ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിഫ്റ്റി അങ്ങനെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് എക്സ്പെക്റ്റ് ചെയ്ത ഒരു നെഗറ്റീവ് ദിവസമാണ് ഉണ്ടായിരുന്നത്. US ഇന്ത്യക്ക് മേൽ 50% താരിഫാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ മാർക്കറ്റ് ഇന്ന് ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ആദ്യത്തെ 15 മിനിറ്റിനകം മാർക്കറ്റ് അതിൻ്റെ സ്വഭാവം കാണിച്ചു. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് കാണാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നിഫ്റ്റി ഓപ്പണായി ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അതേ പരിസരത്ത് ആദ്യത്തെ ഒരു 10 മിനിറ്റ് തന്നെ ഏകദേശം ഒരു 200 പോയിൻ്റ് അടുത്ത് ഫോളോ രേഖപ്പെടുത്തി. പിന്നീട് മാർക്കറ്റ് 24,500 അതൊരു മേജർ സപ്പോർട്ട് സോണായിട്ട് നിലനിന്നു. മാർക്കറ്റ് ഒന്ന് ഒരു റാലിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചു, അല്ലെങ്കിൽ ഒരു റിക്കവറിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചു. 24,650 ഒരു ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കാണാം, ഡേ ഹൈ. പിന്നീട് മാർക്കറ്റ് ഫോളോ ചെയ്ത് 24,500 നിഫ്റ്റി ഉള്ളത്. ഇതൊരു മേജർ സോണാണ്. മാർക്കറ്റ് ഇന്നത്തെ ദിവസം 24,500 താഴെ പോയെങ്കിലും 24,500 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. മേജർലി ഫിനാൻഷ്യൽ കമ്പനീസ്, IT കമ്പനീസൊക്കെ തന്നെയാണ് ഇന്നത്തെ ഇടിവിനെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. എന്നാൽ ഓട്ടോ സെക്ടർ അല്ലെങ്കിൽ ദീപാവലി വരെയാണ്. അതുകൊണ്ട് തന്നെ ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള ടൈറ്റാനെല്ലാം തന്നെ നിഫ്റ്റിനെ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചു എന്ന് വേണം പറയാൻ. നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ശ്രീറാം ഫിനാൻസ് 3.88%, HCL ടെക്, TCS, ഏറ്റവും താഴെ ഇൻഫോസിസ്, 3 IT കമ്പനീസും ഭീകരമായ രീതിയിൽ ഇടിഞ്ഞ് ഇന്ത്യൻ IT ഇൻഡെക്സ് 1.5% ഒരു ഫോള് രേഖപ്പെടുത്തിയപ്പോൾ നമുക്ക് ദീപാവലി വരാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റാൻ റാലി തുടരുന്നുണ്ട്. LNT, കോൾ ഇന്ത്യ, ഹീറോ മോട്ടോ കോർപ്പ്, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസ് പേരിനെങ്കിലും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഒരു വലിയൊരു അപ്ഡേറ്റ് ഉള്ളത്, ഈ ഒരു താരിഫിൻ്റെ എല്ലാം തന്നെ ചർച്ചകളൊക്കെ വന്നപ്പോൾ ഒരു റേറ്റിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു വിദേശകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളോ അല്ലെങ്കിൽ ബ്രോക്കറിംഗ് സ്ഥാപനമോ ഇന്ത്യയുടെ GDP ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായിട്ട് ഗോൾഡ്മാൻ സാക്ക് ഇന്ത്യ GDP ബിലോ 6% ആകുമെന്ന് ആദ്യത്തെ അവരുടെ അപ്ഡേറ്റ്. SBIയുടെ ഭാഗത്തുനിന്നും ബേസ് പോയിൻറ്റ് 20 to 30 ബേസ് പോയിൻറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് താരിഫ് ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇന്നത്തെ ഒരു ഇടിവിന് എന്താണ് ഒരു ഫണ്ടമെൻ്റൽ റീസൺ ഉള്ളത്. കാരണം ഗോൾഡ്മാൻ സാക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യൻ GDP ഡൗൺഗ്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ എക്സ്പോർട്ട് എന്നാൽ 839 ബില്യൺ US ഒന്ന് ഉയരും. പ്രധാന കാരണം ഇന്ത്യ സർവീസ് എക്സ്പോർട്ട് 10% ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ GST റീഫോംസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി പറഞ്ഞിരുന്നത് നമ്മളുടെ ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഈ GST എല്ലാം തന്നെ ഈ ഒരു താരിഫിൻ്റെ 50% ഒക്കെ കവർ ചെയ്യുമെന്നാണ്. പിന്നീട് ഇന്ത്യ ശ്രമിക്കുന്നത് ഇപ്പോൾ അറബ് രാജ്യങ്ങളായിട്ട് പുതിയ ഡീലുകൾ സൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. എത്രമാത്രം അത് ഫലപ്രദമാകും, അല്ലെങ്കിൽ US ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് ഈ അറബ് കൺട്രീസിന് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ധാരണയില്ല. എങ്കിലും ഈ നമ്മളുടെ എക്കണോമിസ്റ്റെല്ലാം തന്നെ നമ്മളുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, FDIയുടെയും FPIയുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോ അതിലൊരു അൺസർട്ടനിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസുകൾ. ഇതെല്ലാം തന്നെ ന്യൂസുകളാണ്, കളക്റ്റീവ് ചെയ്ത ന്യൂസാണ്. ഒന്നും തന്നെ എൻ്റെ പ്രൊഡിക്ഷനോ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചിന്തകളൊന്നും തന്നെ നമ്മൾ ന്യൂസിൽ ഇല്ല. ഒല ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. PLI സ്കീമിൽ അവരുടെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒല ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒല പോസിറ്റീവിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം തന്നെ 1.3-1.5% ഒരു ഇടിവിൽ തന്നെയാണുള്ളത്. പോസിറ്റീവ് സീസൺ നമുക്ക് ദീപാവലി വരുന്നത് ഒക്ടോബർ 20-നാണ്. അപ്പോൾ പോസിറ്റീവ് സീസൺ ഇന്ത്യൻ വിപണിക്ക് അത് ഒരു കരുത്താകുമോ, അല്ലെങ്കിൽ ഒരു യൂട്ടേൺ ആകുമോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഏവരും കാത്തിരിക്കുന്നത് നമ്മളുടെ നാളെ റിലയൻസിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, 48ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഫ്രൈഡേ, അതായത് ഓഗസ്റ്റ് 29 ഉണ്ട്. അപ്പോൾ ഇത് എന്തിലും ഒരു പുതിയ പാക്കേജുകൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ റിലയൻസിന് മേ ബി മാർക്കറ്റിൻ്റെ ഫോളിന് ഒരു കടിഞ്ഞാണിടാൻ പറ്റിയേക്കാം, വലിയ പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിലുള്ളതാണ് ഒരു പ്രസ്താവനയിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് നോക്കുന്നത്. നമ്മളുടെ ടെക്സ്റ്റൈൽ മേഖല വീക്കാണ്. കിറ്റക്സ് ഇന്നും 5% ഒരു ഫോള്. ലാസ്റ്റ് 1 മന്ത് കൊണ്ട് 31% ഒരു ഇടിവ് കിറ്റക്സ് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ള ഈ ടെക്സ്റ്റൈൽ, ഇപ്പോൾ ടെക്സ്റ്റൈൽ മാത്രമല്ല മറ്റുള്ള എല്ലാ സെക്ടേഴ്സും ഇൻഡെക്സും എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. 24,500 സസ്റ്റെയിൻ ചെയ്യുമോ
എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇനി കാണാനുള്ളത്. ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകുന്നില്ല. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഡോ ഫ്യൂച്ചറിന് പ്രശ്നങ്ങളൊന്നുമില്ല, പോസിറ്റീവാണ്. ജപ്പാൻ പോസിറ്റീവാണ്. ചൈന 1% റാലി ചെയ്തു. രാവിലെ നമ്മൾ കണ്ടപ്പോൾ 1.5% ഫോളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ടോപ്പിൽ ബിറ്റ്കോയിൻ $1800 റാലി രേഖപ്പെടുത്തി. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ചൈനയെ സംബന്ധിച്ച് ആഫ്രിക്ക വലിയൊരു മാർക്കറ്റാണ്. അതിന് വേണ്ടിയിട്ട് ചൈന ഈ ഒരു അവരുടെ കോറിഡോർസ് എല്ലാം തന്നെ ഇതിന് മുമ്പേ തന്നെ റെഡിയാക്കി കഴിഞ്ഞു. റോഡ് മാർഗവും അല്ലെങ്കിൽ ശ്രീലങ്ക പോർട്ട് വഴി ആഫ്രിക്കയിലേക്ക് ഓൾറെഡി തന്നെ അവർ ആഫ്രിക്കയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. അപ്പോൾ US ഇല്ലെങ്കിലും ഇനിയിപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന വളരെ വലിയൊരു കോണ്ടിനെൻ്റൽ ചൈനയ്ക്ക് വേണ്ടി വിപണി തുറക്കും. അപ്പോൾ ചൈന അത് ഈ ഒരു താരിഫിൽ നിന്ന് തന്നെ ഇതിനെ മറികടക്കുമെന്നല്ല, എല്ലാ രാജ്യങ്ങൾക്കും ഇതൊരു നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഏത് രാജ്യമാണോ ഇത് ഓവർകം ചെയ്യാനായിട്ട് ബദൽ മാർഗങ്ങൾ തേടുന്നത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ഇന്ത്യയും അതിശക്തമായിട്ട് തന്നെ പുതിയ മാർക്കറ്റ് തേടും. സെയിം ടൈം US ആയിട്ട് ധാരണയിലൊക്കെ വരുമെന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും ബുൾസ് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ വരട്ടെ. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിലായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.